എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 14 ശ്ലോകം 7, 8, 9, 10 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മാവിന്റെ സ്തുതി തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. ഗുണാത്മനസ്തേ വിഗുണാൻ വിമാതും ഹിതാവതീർണസ്യ ക ഈശിരേസ്യ കാലേന യൈർവാ വിമിതാഃ സുകൽപൈഃ ഭൂപാംസവഃ ഖേമിഹികാദ്യുഭാസ. ബ്രഹ്മാവ് പറയണു, ഹേ ഭഗവൻ, ലോകത്തിന്റെ ഹിതത്തിനു വേണ്ടി അനേക ഗുണങ്ങളെ പ്രകാശിപ്പിച്ചും കൊണ്ട് അവതരിച്ചിരിക്കുന്ന ഭഗവാനെ, അവിടുത്തെ ഗുണങ്ങൾ ഇത്ര എന്ന് നിർണയിക്കാൻ ആരെ കൊണ്ടാ സാധിക്കുക? ആർക്കും സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവാനെ അവിടുന്ന് ഗുണങ്ങളുടെ അധിഷ്ഠാനമാകുന്നു. എണ്ണിത്തിട്ടപ്പെടുത്താൻ സമർത്ഥന്മാരായ ചിലര് കുറെ കാലം കൊണ്ട് ഭൂമിയിലുള്ള പരമാണുക്കളെയും ആകാശത്തിലുള്ള മഞ്ഞുതുള്ളികളെയും നക്ഷത്രാദി തേജസ്സുകളുടെ പരമാണുക്കളെയും ഇത്ര എന്ന് നിശ്ചയിച്ചെന്ന് വരാം. അവർ ചിലപ്പോ അതൊക്കെ കണക്കാക്കിയെന്ന് വരാം. പക്ഷേ എന്നാലും നിന്തിരുവടിയുടെ ഗുണങ്ങളുടെ പരിഗണന എത്രയാണെന്ന് അങ്ങനെയുള്ള സമർത്ഥന്മാർക്കും കൂടി സാധിക്കില്ല. അറിയില്ലേ, ഗാന്ധിജിയുടെ ഇതിനെ പറ്റിയിട്ട് ഒരു ശ്ലോകമുണ്ട്. എള്ളാകിലെണ്ണാം മണലാകിലെണ്ണാം എണ്ണാമിടോ സാഗരവീഥിമാല നക്ഷത്രമെല്ലാം ഒരു മട്ടിലെണ്ണാം എണ്ണപ്പെടാ ഗാന്ധിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നു. ഈ ഭൂമിയിലുള്ള പരമാണുക്കളെയും ആകാശത്തിലുള്ള മഞ്ഞുതുള്ളികളെയും നക്ഷത്ര തേജസ്സുകളുടെ പരമാണുക്കളെയും ഇതൊക്കെ ചിലപ്പോ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചു എന്ന് വരും. പക്ഷെ ഭഗവാന് അവിടുത്തെ ഗുണങ്ങളെ പറ്റി നിർണയിക്കാൻ, ഇത്രയാണെന്ന് പറയാൻ ഒരു ശാസ്ത്രജ്ഞനോ എത്ര സാമർഥ്യമുള്ളവർക്കാണെങ്കിലും സാധിക്കില്ല എന്ന് പറയണു ബ്രഹ്മാവ്. 1000 നാവുള്ളോ അനന്തനും ആകുമോ ഭഗവാനെ വാഴ്ത്താൻ. ആർക്കാ ഭഗവാന്റെ മഹിമകളെ, ആ ഗുണങ്ങളെ വർണ്ണിക്കാൻ സാധിക്കുക, എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുക? തത്തേനുകമ്പാം സുസമീക്ഷമാണോ ഭുഞ്ചാനയേവാത്മകൃതം വിഭാഗം ഹൃദ്വാഗ്വപുർഭിർവിദധൻ നമസ്തേ ജീവേതയോ മുക്തിപദേ സദായ ഭാവ്. അതുകൊണ്ട് ഭക്തി തന്നെയാണ് ഏറ്റവും ഉചിതം എന്നതാ ഉറപ്പിച്ചു പറയുന്നു. ഭഗവാനെ അവിടുത്തെ നിർഗുണ സ്വരൂപത്തെയും സഗുണ സ്വരൂപത്തെയും അറിയാൻ വളരെ പ്രയാസമുള്ളത് കൊണ്ട് ജ്ഞാനത്തിനായിക്കൊണ്ടുള്ള ക്ലേശമൊന്നും ഒട്ടും ആവശ്യമില്ല. മനസ്സ വാച കർമ്മണ അവിടുത്തെ സ്തോത്രങ്ങൾ ചെല്ലുക, നമസ്കാരം, കഥാശ്രവണാദികള് ഇതെല്ലാം ചെയ്ത് അങ്ങയുടെ കാരുണ്യം എപ്പോൾ സിദ്ധിക്കുമോ, എപ്പോഴാ സിദ്ധിക്കുക എന്നിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പപ്പോ വരുന്ന കർമാനുസരണമായ ഫലം, സന്തോഷ സന്താപങ്ങൾ കൂടാതെ, അതിൽ എന്ത് ഫലം കിട്ടിയാലും അതില് കൂടുതൽ സന്തോഷിക്കാതെ, എന്നാ ദുഃഖമാണോ കിട്ടുന്നത് അതിൽ കൂടുതൽ ദുഃഖിക്കാതെ അങ്ങനെ അനുഭവിച്ച് യാതൊരു മനുഷ്യൻ കാലം കഴിക്കുന്നുവോ അവൻ മുക്തിപ്രദനായ നിന്തിരുവടിയിൽ തന്നെ ലയിക്കണു. ജീവിതകാലത്തില് അനുഭവിക്കാനിട വരുന്ന സുഖ ദുഃഖങ്ങള് അവനവൻ ചെയ്ത പുണ്യപാപ കർമ്മങ്ങളുടെ ഫലങ്ങൾ മാത്രമാണ്. അത് അനുഭവിക്കാണ്ട് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് സന്തോഷ സന്താപങ്ങള് ആ അവസരങ്ങളിലൊന്നും ഉണ്ടാവരുത്. സുഖം വരുമ്പോ കൂടുതൽ സന്തോഷിക്കുക, ദുഃഖം വരുമ്പോ കൂടുതൽ ദുഃഖിക്കുക, ഇതൊന്നും വേണ്ടാന്ന്. എല്ലാത്തിലും ഒരു മിതം. ഇതെല്ലാം ഭഗവാൻ തന്നതാണ് ഞങ്ങൾ വിചാരിക്കുക. നിസ്സാരങ്ങളായ സംസാര സുഖങ്ങൾ സമ്പാദിക്കാനായിട്ട് പരിശ്രമിക്കാതെ ഭഗവാനെ അചഞ്ചലമായ ഭക്തിയോട് കൂടിയിട്ട് എല്ലാ സമയത്തും ഒരുപോലെ ഭഗവാനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക. ഈ ആരാധനയുടെ ഫലമായിട്ട് ഭഗവത് കാരുണ്യം
മാത്രമല്ലാതെ മറ്റു യാതൊന്നും ആഗ്രഹിക്കരുത്. ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഭഗവാനെ ഭജിക്കണം. അങ്ങനെ വിചാരിച്ച് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുക. ഒന്നും ആഗ്രഹിക്കരുത് ഭഗവാൻ. അങ്ങനെ ഭജിക്കുന്നവനാണ് ഭക്തൻ. അങ്ങനെയുള്ളവനെ ഭക്തൻ എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഈ ഭക്തൻ അങ്ങയുടെ അവകാശിയാണെന്ന് പറയുന്നത് ഈ ഭക്തൻ. അതായത് മുക്തിപ്രദനായ നിന്തിരുവടി അവന് മുക്തി നൽകും എന്നതിൽ ഒരു സംശയവും അങ്ങയുടെ അവകാശിയാണെന്ന് പറഞ്ഞത്. ഇപ്പൊ ധാരാളം സമ്പത്തുള്ള ഒരാളുടെ മകൻ പിതാവിനെ അങ്ങനെ സ്നേഹിച്ച് ആദരിച്ച് പൂജിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. അയാൾക്ക് ദിവസം സുഖമായിട്ട് ജീവിക്കാനുള്ളതെല്ലാം അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, ഒരു പ്രയാസം കൂടാതെ. അത് അനുഭവിക്കുക മാത്രമേ വേണ്ടൂ. മൂലസ്വത്തിന്റെ അവകാശം പ്രാർത്ഥിക്കാതെ ഒന്നും ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവകാശമായിട്ട് തന്നെ ആ മകന് സിദ്ധിക്കും. അതുപോലെ മുക്തിപ്രദനായ നിന്തിരുവടിയെ ആശ്രയിക്കും അത്ര വേണ്ടതുള്ളൂ. മുക്തി സിദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കും കൂടി വേണ്ട. അതാണ് അതിന്റെ അർത്ഥം. അതങ്ങനെ ഭഗവാൻ അവർക്ക് അവകാശമായിട്ട് കൊടുത്തോളൂ മുക്തി എന്ന് ചോദിച്ചില്ലെങ്കിൽ. പശ്യേശമേ അനാര്യമനന്താദ്യേ പരാത്മനി ത്വയ്യഭിമായിനി മായാം വിദത്തേക്ഷിതുമാത്മവൈഭവം അഹം കിയാനൈച്ഛമിവാർച്ചിരഗ്നൗ. പിന്നെ ഭഗവാനോട് ക്ഷമായാചനം ചെയ്യാൻ വേണ്ടി ബ്രഹ്മാവ് തന്റെ അപരാധം അറിയിക്കുകയാണ്. ഹേ സ്വാമി, എന്റെ ദുസ്വഭാവത്തെ കുറിച്ച് അങ്ങൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ ചെയ്ത തെറ്റ് അതിർത്തി കവിഞ്ഞതു തന്നെ എന്ന് ഞാനിതാ ആദ്യമായിട്ട് സമ്മതിക്കണം. മായാപ്രയോഗ കുശലന്മാരായിരിക്കുന്ന ദേവന്മാരെ കൂടി മോഹിപ്പിക്കുന്നവനും സർവചരാചരങ്ങളുടെയും അന്തർഭാഗത്തിൽ അതിസൂക്ഷ്മ സ്വരൂപനായിരുന്ന എല്ലാവരെയും തന്റെ വ്യാപാരങ്ങളിൽ പ്രവേശിപ്പിച്ച് ലോകത്തെ യഥാസ്ഥിതി പരിപാലിക്കുന്നവനും എല്ലാറ്റിൻ്റെയും കാരണമായും ഇരിക്കുന്ന മഹത്തത്വാദികളുടെയും കാരണഭൂതനുമായ നിന്തിരുവടിയിൽ മായയെ പ്രയോഗിച്ചിട്ട് എന്റെ പ്രഭാവം ഞാൻ തന്നെ നോക്കി സന്തോഷിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ വ്യക്തിത്വം അങ്ങയിൽ മായാപ്രയോഗം ചെയ്യാൻ ഞാൻ ശക്തനാണ്. മഹാതേജോനിധാനമായിരിക്കുന്ന അഗ്നിയിൽ നിന്ന് പുറപ്പെട്ട ഒരു ജ്വാല, ഒരു കണം, ആ അഗ്നിയെ തന്നെ തപിപ്പിക്കാൻ വിചാരിക്കുന്നതായാൽ എത്ര ഹാസ്യമാണ്. അതുപോലെയല്ല ഞാൻ ചെയ്തത്. അതുപോലെ സർവാധിഷ്ഠാനമായിരിക്കുന്ന നിന്തിരുവടിയെ മോഹിപ്പിക്കാൻ ശ്രമിച്ചത് ഏറ്റവും സാഹസം തന്നെ. എന്റെ തെറ്റ് പൊറുക്കണേ എന്നതാ, ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്നതാ അടുത്ത ശ്ലോകത്തിൽ പറയണു ബ്രഹ്മാവ്. അത് ക്ഷമസ്വാച്യുത മേരജോ ഭുവോ ഹി അജാനതസ്ത്വൽ പൃഥഗീശമാനിന അജാവലേവാന്ധതമോന്ധചക്ഷുഷ ഏഷോനുകമ്പ്യോ മയി മാധവാനിധി. എല്ലാം കൊണ്ടും അനുചിതമാണ് ഞാൻ ചെയ്തത് എങ്കിലും നികൃഷ്ടനായ എന്നെ കുറിച്ച് സർവോത്തമനായ നിന്തിരുവടി എന്നിൽ ക്ഷമിക്കണേ. അവിടത്തേക്ക് ക്ഷമ തന്നെയാണ് ഉചിതമായിരിക്കണം. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ബ്രഹ്മാവ്. ഹേ അച്യുത, നിന്തിരുവടി തന്നെ എന്നും നശിക്കാതിരിക്കുന്നവൻ. അങ്ങയിൽ ഭക്തിയുള്ളവർക്കും നാശമില്ലായ്മ അങ്ങ് നൽകുന്നു. അങ്ങനെയുള്ള ഭക്തിയുള്ളവരെ നശിക്കാൻ ഒരിക്കലും അങ്ങ് അനുവദിക്കില്ലല്ലോ. ഞാൻ നികൃഷ്ടനാണ് ഭഗവാനെ. എന്തുകൊണ്ടെന്നാൽ രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ചവനാകയാൽ തത്വജ്ഞാനമില്ലാത്തവനാണ്. ഭേദബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങയിൽ നിന്ന് ഭിന്നനും സ്വയം ഈശ്വരനുമാണെന്ന അഭിമാനമുള്ളവൻ, ലോക സൃഷ്ടികർത്താവ് എന്നുള്ള ദുരഹങ്കാരം നിമിത്തം വിചാരശക്തി തീരെ നശിച്ചവൻ. അതുകൊണ്ട് ഏറ്റവും നികൃഷ്ടനാണ് ഞാൻ ഭഗവാനെ. അവിടുന്ന് അല്ലാതെ വേറൊരു രക്ഷയും ഇല്ലാത്തവൻ. ഞാൻ ഉപേക്ഷിച്ചാൽ ഇവൻ അനാഥൻ എന്ന് വിചാരിച്ച് എന്നെ കുറിച്ച് ദയ തോന്നണേ, എന്നെ കുറിച്ച് ദയ തോന്നണേ, എന്റെ അപരാധം ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് അത്ഭുതകണ്ഠനായിട്ട് അഭ്യർത്ഥിക്കണു ബ്രഹ്മാവ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.